പകരം കമ്പനിയിലെ ഈ സമരം നീ ഒത്തുതീർപ്പാക്കി തന്നാൽ മാത്രം മതി. തൊഴിലാളികളുടെ മുമ്പിൽ നീ നല്ലവനായിക്കോളൂ, ഞങ്ങൾ മോശക്കാരായിക്കോളാം. ഓക്കെ ആണോ? സാറ് നല്ല ബിസിനസ്സുകാരനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വില പേശി നല്ല ശീലം കാണും. അത് എന്റെ അടുത്ത് നടക്കില്ല. ഞാൻ അങ്ങനെ ഒരാളുമല്ല. നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ PKR സാറിനോട് സംസാരിച്ചോളാം. ഏയ്, അങ്ങനെ ദേഷ്യപ്പെട്ട് പോവില്ലേ പ്രിയ, നമുക്ക് സംസാരിക്കാം. സാറെന്തിനാ ഇവരോട് ഇങ്ങനെ കെഞ്ചുന്നത്? ഇവനത്ര നല്ലവനൊന്നല്ല. എടാ പ്രിയ, കാശ് നിനക്ക് വലിയ പ്രശ്നമല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവിടെ ജോലി ചെയ്യണേ? കൈലാസ് സാറ് നിന്നെ നാണം കെടുത്തി വിട്ടതിന് ശേഷവും ഇങ്ങോട്ട് വലിഞ്ഞേറി വരാൻ നിനക്ക് നാണല്ലേ? അത് ഞാനും കൈലാഷ് സാറും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മൊത്തം കമ്പനിയെ ബാധിക്കുന്ന വിഷയം എങ്ങനെയാടാ നിന്റെ വ്യക്തിപരമായ വിഷയമാണ്? നിന്റെയും പാറുവിന്റെ ഒക്കെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൈലാസ് സാറ് നല്ല പുളിങ്കൊമ്പാണെന്നും അദ്ദേഹത്തെ മയക്കിയ നല്ല കാശ് ഊറ്റാന്നും നീയല്ലടാ പാറുവിന് ഐഡിയ പറഞ്ഞു കൊടുത്തേ. കൈലാസ് സാറ് കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോ നിന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. കൈലാസ് സാറ് നാണക്കേട് കൊണ്ട് കാശ് തിരിച്ചു ചോദിക്കുകയില്ല. പെട്ടുപോന്ന് തോന്നിയപ്പോ നീ തന്നെ എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞു നല്ലവനാവാൻ ശ്രമിച്ചു. നീ കൈലാസ് സാറിനെ പറ്റിച്ച പോലെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. കാശിനു വേണ്ടി നീ എന്ത് വൃത്തിയായിട്ട കളിയും കളിക്കുന്നത് എനിക്കറിയാം. നീ എന്റെ ദേഹത്ത് കൈ വെച്ചു അല്ലടാ. എന്റെ ദേഹത്ത് കൈ വെക്കാറുണ്ട്. കരുണാകരന്റെ ദേഹത്താ നിന്നെ ഈ കരുണാകരന്റെ മേത്ത് കൈ വയ്ക്കാൻ നോക്കണം. ഈ തല്ലൊന്നും ഇവന്റെ രോമത്തിൽ പോലും ഏൽക്കുന്നില്ല. അയ്യോ, കൈലാഷിനെ വിളിക്കാൻ പറ്റിയ ടൈം. അയ്യോ കൈലാഷ്, കൈലാഷ് എന്താ അവിടെ ടെറസില്? മുക്ത, കാം ഡൗൺ. എന്താ പ്രശ്നം? ചർച്ച ചെയ്യാൻ പോയ കരുണാകരനെ പ്രിയൻ തല്ലി ചതയ്ക്കാം. വാട്ട്? കരുണാകരനെ പ്രിയൻ തല്ലി കൊല്ലുമെന്നാ തോന്നുന്നത്. കൈലാഷ്, പ്ലീസ് കം ഫാസ്റ്റ്. വേഗം ഓടിച്ചല്ലേ. അവിടെ എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരം അരവിന്ദ് സെറ്റ് ചെയ്ത് വെച്ച് കാണും. അയ്യോ അയ്യോ സാറേ, അരവിന്ദ് സാറേ, സാറേ അരവിന്ദ് സാറേ, ഇവരെ പിടിച്ചു വരും സാറേ. അയ്യോ എന്റെ മൂത്ത് സാറേ, അരവിന്ദ് സാറേ, സാറേ എന്റെ മൂത്ത്. അയ്യോ അയ്യോ സാറേ, സാറേ എന്റെ മൂത്ത്. അയ്യോ കൈലാഷ് സാർ, സാറേ, ഞങ്ങൾ ഇവനെ അനുനയ ചർച്ചയ്ക്ക് വിളിച്ചതാ. 1 ലക്ഷം രൂപ എന്നാ സമരം ഒതുക്കി തീർക്കാന്ന് ഇവൻ പറഞ്ഞു. അതിന് ഞാൻ സമ്മതിക്കാതിന് ഇവൻ എന്നെ കൊല്ലാൻ നോക്കി സാറേ. ഇത് കണ്ട സാറേ? ഇയാൾ നുണ പറയുക. ഇയാൾ എന്തൊക്കെ വൃത്തിയാടാ പറഞ്ഞതെന്ന് സാറിനറിയോ? നിന്റെ അഭിനയം നിർത്തറ. സത്യം പറയുന്നത് ആരാ, അത് പറയാത്തത് ആരാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ചതിയാ. കൈലാഷ് സാർ, എന്റെ പേര് വിളിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. നീ ഒന്നും പറയണ്ട. പറു,
പ്രിയൻചേട്ടൻ പോയിട്ട് ഇത്രയും നേരം ആയില്ലേ? ഒരു വിവരവും ഇല്ലല്ലോ. എനിക്ക് എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നു. ഞാൻ മേലെ പോയി നോക്കിയിട്ട് വരട്ടെ. നിക്ക്, ഞങ്ങളും കൂടെ വരാം. വേണ്ട മോഹൻ ചേട്ടാ, പ്രിയൻചേട്ടൻ അറിഞ്ഞ് വെറുതെ ദേഷ്യപ്പെടും. ഞാൻ പോയി നോക്കിയിട്ട് വേഗം വരാം. ശരി. ഞാൻ കൊല്ലൂടാ. അയ്യോ പ്രിയൻചേട്ടാ, അയ്യോ സർ, സർ കൊല്ലു സാറേ അവനെ. അവനോട് കൊല്ലു സാറേ. അവൻ വലിയ നേതാവ് വിളിക്കും. സർ പറയുന്ന കേൾക്കാം. വിട്. അയ്യോ സർ വിട്. സർ വേണ്ട സർ. പാർവതി, വേണ്ട. സർ വിട്. ഞാൻ സാറിന്റെ കാല് പിടിക്കും. പ്രിയൻചേട്ടാ വിട് പ്ലീസ്. ഇല്ല. വിട്. അവൻ എന്നെ ചതച്ചവനാ. സർ വേണ്ട. സർ വേണ്ട സർ. വിടാൻ. സർ. പാർവതി, പാർവതി, പാറു 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 കണ്ണു തുറക്ക്. പാറു. എന്തു പറ്റിയതാ? പെട്ടെന്ന് തലകറങ്ങി വീണതാ ഡോക്ടർ. ലോ BP, ലോ ഷുഗർ, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുള്ള ആളാണോ? അല്ല ഡോക്ടർ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. അതൊന്നും ഒരു കുഴപ്പമില്ല ഡോക്ടർ. നിങ്ങൾ പാറുവിനെ നോക്കിയാൽ മതി. എന്താ സംഭവിച്ചെന്ന് പറയൂ. എന്നാലല്ലേ എനിക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ഈ കുട്ടിയെ നിങ്ങൾ തല്ലിയോ? അയ്യോ ഇല്ല ഡോക്ടർ. എന്നെ ഒരാള് അടിക്കുന്ന കണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ബോധം കെട്ട് വീണു. അപ്പോ പാനിക് അറ്റാക്ക് ആവാനാണ് സാധ്യത. ഈ കുട്ടിയെ എമർജൻസി വാർഡിലേക്ക് കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. ഓക്കെ ഡോക്ടർ. വൈറ്റൽസ് ചെക്ക് ചെയ്ത് എന്നെ അറിയിക്കണം. ആ ശരി ഡോക്ടർ. നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് വേണോ? വേണ്ട ഡോക്ടർ, പാറു ഓക്കെ ആവട്ടെ. പ്രിയൻചേട്ടാ, എന്തിനാ പ്രിയൻചേട്ടാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? പാറുവിനെ ബോധം തെളിയുന്നവരെ ഡോക്ടർ കൂടെ ഉണ്ടാവും.